ഹലോ. അപ്പം രാവിലെ അപ്പോൾ അടയൊന്നുമില്ല കേട്ടോ, പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. രാവിലെ ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. എവിടെയാണെന്നല്ലേ, ഞങ്ങളൊരു യാത്ര പോവുകയാണേ. എറണാകുളം വല്ലാർപാടം പള്ളിയിലേക്കൊരു യാത്ര പോകുന്നു. അതിനിടയ്ക്ക് 1-2 പള്ളികളിലൊക്കെ ഞങ്ങൾ കയറും. അപ്പോൾ അങ്ങനെ പോയ വഴിക്ക് നമ്മുടെ ഹൈറേഞ്ചിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന കള്ളിപ്പാറ, ഇവിടുന്ന് പിന്നെ താഴോട്ട് ഇറക്കമാണ്. ഇറങ്ങി നമ്മൾ വണ്ണപ്പുറം ചെല്ലുന്നു, അവിടുന്ന് മൂവാറ്റുപുഴ ചെല്ലുന്നു, അവിടുന്ന് നേരെ എറണാകുളം പോകുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ റൂട്ട്. അവർ പറയുമ്പോൾ റൂട്ട് മാപ്പ്. അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ ഞാൻ ഈ നല്ല പ്രദേശം കണ്ടപ്പോൾ ഒന്ന് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനലിലേക്ക് ഇന്നത്തെ ട്രാവൽ വ്ളോഗാണേ. അപ്പോൾ ഈ ഞങ്ങളുടെ ഈ പാറു അമ്മായി എന്ന, അതായത് പാറു എൻ്റെ അമ്മായി, ആൾക്കാർ പറഞ്ഞു വരുമ്പോൾ പാറു അമ്മായി എന്നൊക്കെ ആവും. പാറു എൻ്റെ മരുമോളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മോള്, അമ്മായി ഞാനുമാണേ. അപ്പോൾ ഞങ്ങളുടെ ഈ പാറു എൻ്റെ അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഇത് കാണുന്നതിനോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ ഇതൊരു യാത്രയുടെ തുടക്കമല്ല, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 1 മണിക്കൂർ മിച്ചമായി, 1.5 മണിക്കൂറായി. അപ്പോഴൊന്നും ഞങ്ങൾ ഇറങ്ങി ഫോട്ടോ എടുക്കുകയോ റീലെടുക്കുകയോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല കേട്ടോ. ഇപ്പോഴാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഈ വളവിലൊരു കടയുണ്ട്. ഇവിടെയാണ് ആൾക്കാർ ഹൈറേഞ്ചിൽ നിന്ന് കയറി വരുന്ന ആദ്യത്തെ ചായക്കടയാണ് കേട്ടോ. ഈ ചായക്കടയിൽ കയറി ആൾക്കാർ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇവിടുന്ന് കയറി പോകുന്നത്. കണ്ടോ, കയറ്റം ഭയങ്കര കയറ്റം, കൊടും വളവ്, കുത്ത് കയറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ പറയുന്ന ഭാഷ കയറ്റം, കുന്ന്, വളവ് എന്നൊക്കെ കേട്ടോ. ഓരോരോ നാടുകളിലേക്കും ഇതിന് ഓരോരോ പേരുകളുണ്ടാവും, പക്ഷേ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടം തൊട്ട് അങ്ങോട്ട് നമ്മൾ നല്ല നല്ല പ്രദേശങ്ങളൊക്കെ കാണുമ്പം അതൊക്കെ വീഡിയോ എടുക്കും. പിന്നെ പോകുന്ന പള്ളി, അമ്പലവും വലിയ സിറ്റികളും ഒക്കെ ചെല്ലുമ്പോൾ, അതായത് എറണാകുളത്തേക്കല്ലേ പോകുന്നത്, അപ്പോൾ കാണാനുള്ള പലതും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പിന്നെ വീഡിയോ എടുക്കും, നമ്മുടെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി ഞങ്ങൾ പോകാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്ന ഒച്ച, എൻ്റെ കൂട്ടുകാരിയുടെ മോനാണ്. ഞാൻ കൂട്ടുകാരിയുടെ വണ്ടിക്കാണ് ഇന്ന് എറണാകുളം പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടം തൊട്ട് അങ്ങോട്ട് നല്ല നല്ല കാഴ്ചകളൊക്കെ നമ്മൾ വീഡിയോയിൽ പകർത്തും, നിങ്ങളെ കാണിക്കും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. മഞ്ഞൊക്കെ പോയി കേട്ടോ, സൂര്യൻ ഉദിച്ച് വന്നു. സൂര്യപ്രകാശം വന്നപ്പോഴത്തേനും മഞ്ഞെല്ലാം പോയി. ഇതിന് മുമ്പ് ഇച്ചിരി രാവിലെ ആയിരുന്നെങ്കിൽ നല്ല മഞ്ഞ് ഉണ്ടായേനെ. ഇപ്പോൾ മഞ്ഞ് കുറവായിപ്പോയി. ഇതാണ് ഹൈ റേഞ്ച്, പക്ക ഹൈ റേഞ്ചാട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് യാത്ര തുടങ്ങുവാണേ. കള്ളിപ്പാറ എന്നല്ലേ സ്ഥലത്തിൻ്റെ പേര്. കള്ളിപ്പാറയിലെ വളവ് കണ്ടോ, ഭയങ്കരമായ കുത്തു വളവാട്ടോ ഇത്. ഹൈ റേഞ്ചിലേക്കുള്ള കയറ്റത്തിൻ്റെ അവസാന ഘട്ടമാണിത്, അതായത് വണ്ണപ്പുറം കൂടി വരുമ്പോൾ. ഇപ്പം താഴോട്ട് ഇങ്ങനെ ഈ വളവും കൂടെ കഴിഞ്ഞ് ഇറങ്ങി അങ്ങ് ചെന്നാൽ പിന്നെ വണ്ണപ്പുറം സിറ്റി വരെ ഇറക്കമാണ്. ഒരു വളവും കൂടി ഉണ്ട് അല്ലേ, താഴെ ഒരു വളവും കൂടി ഉണ്ട്. കാട്ടിലും കൊന്നപ്പൂവ്, നാട്ടിലും കൊന്നപ്പൂവ്, വീട്ടുമുറ്റത്തും കൊന്നപ്പൂവ്, ഇഷ്ടം പോലെ കൊന്നപ്പൂവിൻ്റെ ഒരു എന്തുവാ ഭയങ്കര പ്രകടനം. വളവിൻ്റെ ഒരു കാഠിന്യം, തീവ്രത കണ്ടോ നിങ്ങൾ? ഒരൊറ്റ വളവും കൂടി ഉണ്ട്. ഇതിൽ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റൊക്കെ വളഞ്ഞു പോകാമെന്ന് പറഞ്ഞുണ്ടല്ലോ, മഹാസംഭവമാണ് കണ്ടു നിൽക്കുന്നവർക്ക്. അതിനകത്തിരിക്കുന്നവർക്ക് അറിയില്ല, പുറത്ത് വെച്ചൊന്ന് കാണണം ഇതിലെയൊക്കെ തിരുവനന്തപുരം വണ്ടി പോകുന്നത്. തിരുവനന്തപുരം നെടുങ്കണ്ടം സൂപ്പർഫാസ്റ്റ് ഉണ്ട്, 1-2 വണ്ടിയുണ്ട്. നേരത്തെ ഇവിടെ മതിലൊക്കെ വെച്ച് കിട്ടുന്നതിന് മുമ്പുണ്ടല്ലോ, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതിലേക്ക് വളവ് തിരിഞ്ഞ് പോകും. അത് പ്രൈവറ്റ് ബസ് ചേലച്ചോട്ടിന് പോകണമെന്ന് തോന്നുന്നു അല്ലേ.
വലതേ വശം ഭയങ്കരമായ ഹൈറ്റിലുള്ള മേട്, ഇടതേ വശം അഗാധമായ കൊക്ക. അതിനിടയിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. നാടൻ പ്രദേശത്തു നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നവർ, ഇടുക്കിയിലേക്കൊക്കെ വരുന്നവർ ശ്രദ്ധിച്ച് വരണം, സൂക്ഷിച്ച് വരണം. നാട്ടിലെ ഡ്രൈവർമാർക്കൊക്കെ ഇവിടെ അത്ര പരിചയം പോരാട്ടോ. 15 ജനിച്ച് വളർന്ന പിള്ളേർക്ക് ഇത് പ്രശ്നമല്ല. നാട്ടിൽ നിന്ന് നാടൻ പ്രദേശം എറണാകുളം അങ്ങനെ അങ്ങോട്ട് പോയല്ലേ, ഹൈ റേഞ്ച് അല്ലാത്ത മേഖലകളിലൊക്കെ പഠിച്ചു വരുന്നവർ. ഞങ്ങൾ ഇറങ്ങി പോകുന്ന വഴിക്ക് 2-3 കൊന്നപ്പൂവുകൾ കണ്ടു കേട്ടോ. കൊന്നപ്പൂവെന്ന് പറഞ്ഞാൽ ഒരല്ലിപ്പൂവൊന്നുമല്ല, ഒരു മരം നിറച്ച്, ഒരു പ്രദേശം നിറച്ചാണ് ആ മരം നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഫോണൊക്കെ എടുത്ത് ക്യാമറയൊക്കെ ഓണാക്കി വന്നപ്പോഴത്തേനും വണ്ടി അവിടെ നിന്ന് 1 കിലോമീറ്റർ കൂടെ നീങ്ങി. അതുകൊണ്ട് എനിക്ക് ആ കൊന്നപ്പൂവിനെ വീണ്ടും ഒന്നുകൂടെ പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതാണ് ആ പാറ കുരിശു. എന്നാടി നീ എന്നാ പറഞ്ഞേ? ഈ സീറ്റ് ബെൽറ്റ് എൻ്റെ കഴുത്തിന് കയറി കൊടുക്കിടും പോലെ കിടക്കുവാണല്ലോ. ഇവിടെ ഒരു പള്ളിയുണ്ട്. എന്നാ പള്ളിയുടെ പേര്? തൊമ്മൻകുത്തല്ലല്ലോ. അത് തന്നെ, തൊമ്മൻകുത്ത് പള്ളി. നല്ല രസമാണ് കാണാൻ. നമ്മൾ ഈ വഴി അങ്ങ് പോകുമ്പോണ്ടല്ലോ, ഈ തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഒരു ഏറിയ മുഴുവനും വലതുവശവും ഇടതുവശവും എല്ലാം ഇങ്ങനെ ഒരു കോട്ട കെട്ടിയതുപോലെ പാറ ഇങ്ങനെ പൊങ്ങി നിൽക്കണതാണ് മല എന്ന് പറഞ്ഞാണ്. ഇതിലേ പോകുമ്പോഴും മല കാണാം. പാറയുടെ മല, കോട്ടപ്പാറ മലയെന്നോ അതുകൊണ്ട് അതിൻ്റെ പേര്. അതിലേ അങ്ങോട്ടാ പോലും ആ വഴി പോകുന്നത്. ഞാൻ കണ്ടില്ലല്ലോ. അപ്പം ഞങ്ങൾ കള്ളിപ്പാറയിൽ നിന്ന് ഇറക്കം ഇറങ്ങി ഒരു 4-5 കൊടും വളവുകൾ തിരിഞ്ഞും മറിഞ്ഞും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി പോന്ന് നിരപ്പത്തോടെ വന്നു. പള്ളപ്പുറം സിറ്റി അടുക്കാറായി കേട്ടോ. ഈ ഉണ്ടോ വലതുവശത്ത് ഭയങ്കര മലയൊക്കെ ഉണ്ട്. മലയുടെ പേരാണ് കോട്ടപ്പാറ മല. കോട്ടപ്പാറ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ മലയുടെ മുകളിൽ കയറിയിട്ടുണ്ടോ പക്ഷേ? ഞങ്ങൾ ഇന്നാളൊരു ദിവസം കയറി. കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക്, മോൻ്റെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ ആ വഴി ഒന്ന് പോയി. കോട്ടപ്പാറ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ മഞ്ഞ് വന്നിങ്ങനെ അങ്ങ് നിരമ്പും. ആ മഞ്ഞ് കണ്ടുകൊണ്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അടിവശം ഇങ്ങനെ അഗാധമായ പൊക്കയായിരുന്നെന്നറിയാവോ. ഒരു പേര് അവിടെ ഒത്തിരി ടൂറിസ്റ്റുകളുണ്ടായിരുന്നല്ലോ ഞങ്ങളാ ചെന്നതെന്ന്. അന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് ഈ കോട്ടപ്പാറ മല കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇഷ്ടംപോലെ ജനങ്ങൾ വരുന്നുണ്ടായിരുന്നു. ടൂറിസ്റ്റ് പ്ലേസ് അത്. അതെ, അവിടെ കണ്ടോ ആ വലതുവശത്തേക്ക് നോക്കിയാൽ മലയുടെ മുകള്. അതിനിപ്പോൾ എന്നാ ചേച്ചി പറ്റിയേ? നേരത്തെ അറിയാത്ത കൊണ്ടൊരു ദേഷ്യമുണ്ടോ? നേരത്തെ പറയാഞ്ഞോണ്ട്. എന്നോട് ഇന്നലെ ഇവള് രാത്രി 8 മണിക്ക് ശേഷം പറയണം. 9 മണി കഴിഞ്ഞ് എങ്ങാണ്ടാ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേടി? 9 മണി കഴിഞ്ഞാ പറഞ്ഞേ. 2 വണ്ടി പോയിട്ടും വണ്ടി വരുന്നില്ല. വിളിച്ചു അന്നേരം ദേഷ്യം വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ചെയ്തു. അനവ ചേച്ചിയോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. അവിടെ വന്നു. സിറ്റി ആകാൻ ഇനിയും കുറേ സമയം കൂടെ ഉണ്ടോ? ഇവിടെ നിന്ന് ഇറങ്ങി ചെന്നാൽ പിന്നെ സിറ്റി ആയി തോന്നുന്നു അല്ലേ? മണ്ണപ്പുറം മണ്ണപ്പുറം സിറ്റി കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത സിറ്റി എന്ന് പറയുന്നത് എന്നാ വെച്ചാൽ 4 കൂടിയ കവലയുടെ പേര്. നമ്മളിവിടെ നിന്ന് ചെല്ലുമ്പോൾ എപ്പോഴും എനിക്ക് മനസ്സിൽ നിന്ന് ഓർമ്മയിൽ നിൽക്കുകയല്ല. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഒരു തൊടുപുഴയ്ക്ക് പോകാനും കോതമംഗലം പോകാനും പൈങ്ങോട്ടൂര്
ആ പൈങ്ങോട്ടൂർ. അതെ അതെ പൈങ്ങോട്ടൂരാണ്. പൈങ്ങോട്ടൂരിൽ നിന്നാണ് 4 വശത്തേക്കും. ആ 4 കൂടി ഒരു കവലയാണ്. ഒരു വലിയ സിറ്റിയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ നാടൻ പ്രദേശത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ മൂവാറ്റുപുഴയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശരി, ഇനി നമ്മൾ അടുത്ത് മൂവാറ്റുപുഴ ചെല്ലുമ്പോൾ കാണിക്കാം. എപ്പോഴും റോഡ് പിടിച്ചാൽ മണിക്കൂറുകളോളം വീഡിയോ ആയിപ്പോവും. കാരണം ട്രാവൽ ബ്ലോഗ് ആണെങ്കിൽ പോലും ഒത്തിരി യാത്രകൾ കാണിക്കുമ്പോൾ അതൊരു മുഷ്ടിലല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുവാണ്. അടുത്ത് മൂവാറ്റുപുഴ എടുക്കാറാകുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വന്ന് മണ്ണപ്പുറത്തുനിന്ന് വണ്ടി വിട്ടിട്ട് 1 മണിക്കൂർ എടുത്ത് കാണും അല്ലേ. 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ നമുക്ക് സ്ഥലം തെറ്റിപ്പോയല്ലേ വെച്ചേ. ഈ വഴി വരണ്ടായിരുന്നു. റോഡ് പണി അവിടെ ഇവിടെ എല്ലാം റോഡ് പണി പല പൊളിച്ചു പണികൾ നടത്തുന്നത് കണ്ടോ. ഇതുണ്ട് റോഡിൻ്റെ ഇരുവശം പൊളിച്ച് നാശം വന്നിരുത്തേക്കും. അവിടെ ഇവിടെ എല്ലാം ഗോസ്ലോ പിന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പം വണ്ടിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ടും പുറകോട്ടും സൈഡിലേക്കും ഒക്കെ പോയേച്ച് വീണ്ടും നേരായ വഴി കൂടെ വന്ന് ചാടി കേട്ടോ. മഴ പെയ്തു ഇന്നലെ ഭയങ്കരമായിട്ട് ചേറായി കേട്ടോ. ഇതിലെല്ലാം ഇത് കണ്ടോ. ഞങ്ങൾ ആ വണ്ടിയെ കയറി അതിൽ ഇറങ്ങി വരാൻ തുടങ്ങിയപ്പോഴുണ്ട് അവിടെ ഭയങ്കരമായിട്ട് പണി നടക്കുന്നുണ്ടായിരുന്നു. അത് കാരണം പിന്നെ ഞങ്ങൾ തിരിച്ചു പോയിട്ട് വീണ്ടും ഇതിനെ തന്നെ ഇറങ്ങി പോന്നു. ഇനി അങ്ങോട്ട് ചെന്നാൽ ഒരു വലിയൊരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ വെച്ചേ. പിറവത്തൊരു സോനു ഞങ്ങൾക്കും ഉണ്ട്. എൻ്റെ അനിയത്തിയുടെ മോൻ്റെ പേര് സോനു എന്നാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂവാറ്റുപുഴ പട്ടണത്തിൽ നിന്ന് പിറവത്തേക്ക് കടന്നു കേട്ടോ. ഇതാണ് പെരുവയ്ക്ക് പോണേ, വൈക്കത്തിന് പോണ വഴി കണ്ടോ. അത് അത് KSRTC സ്റ്റാൻഡാട്ടോ. ഇതാണ് പെരുവ തലയോലപ്പറമ്പ് വൈക്കം ഇങ്ങോട്ട് പോണത്. ഇത് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വന്ന വഴി. ഇത് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് 1 വേ കൂടി പോകണേ. ആ ബസ് പോകണുണ്ട് അതിലേ പോണേ. നേരെ പോയ പുഴയിലേക്ക് ഒന്ന് ചാടും. വലത്തോട്ട്. അങ്ങനെ ഞങ്ങൾ പിറവത്ത് വന്നു കേട്ടോ. പിറവം ബസ് സ്റ്റാൻഡിലേക്ക് 1 വേ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പുഴയറമ്പ് കൂടി ചെന്ന് പിറവം പള്ളിയുടെ കുരിശിൻ്റെ അതിലേ ചെന്ന് സ്റ്റാൻഡിൽ കയറും. ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോയി കയറും. നമ്മുടെ പള്ളി അവിടെ ചെന്നിട്ട് മതി കേട്ടോ. അപ്പോൾ ഇതാണ് പിറവം പുഴ. പുഴ കാണിച്ചു തരാവേ. പുഴ കണ്ടോ. ഇതാണ് പുഴ. പിറവം പുഴ, പിറവം പാലം, പിറവം പള്ളി. ഈ 2ആയിട്ട് തിരിഞ്ഞല്ലോ. ആവാകക്ഷി മെത്രാൻ കക്ഷി. അതല്ല, അത് പള്ളി കുരിശ്. നേരെ അങ്ങോട്ട് പോട്ടെ, കുരിശിൻ്റെ അങ്ങോട്ട് പോട്ടെ. കുരിശിൻ്റെ അങ്ങോട്ട് അത് എറണാകുളത്തേക്ക് പോകുന്ന വഴിയാണ്. ഇതാ പിറവം പാലം കയറി എറണാകുളം പോകുന്ന വഴിയാണത്. ഇതാണ് പിറവം വലിയ പള്ളിയുടെ കുരിശാണ് കാണുന്നത്. ഈ പള്ളി പെരുന്നാളിന് ഞാൻ വരുമ്പോൾ ലാലു അലക്സിനെ കണ്ടിട്ടുണ്ട്. പ്രദക്ഷിണത്തിൻ്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ലാലു അലക്സിൻ്റെ ഇടത്തോട്ട് ജന്മനാട്. പള്ളിയിലേക്ക് പോവുകയാണ്. കണ്ടോ ആ മരം നിൽക്കില്ലേ, അതിൻ്റെ അടുത്തോട്ട് കയറി പോകണം. കണ്ടോ പിറവം വലിയ പള്ളി. അതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. പിറവം വലിയ പള്ളി ഭൂതരാജാക്കന്മാരുടെ പള്ളി. 3 കിങ്സ് എന്നാണ് ഇതിലെ ഉള്ള ബസ്സുകൾക്കെല്ലാം പേരിട്ടേക്കുന്നത്. രാജാക്കളുടെ പേര് 3 കിങ്സ്. 3 കിങ്സ്
മൂന്ന് രാജാക്കന്മാരെന്ന് പറയും. മൂന്ന് രാജാക്കന്മാരെന്ന് പറയും, പൂജരാജാക്കൾ എന്ന് പറയും. ബസ്സുകാരൊക്കെ പേരിടുന്ന ബസ്സിന് പേര് പിന്നെ കാറിന് അതിനും ഇതിനുമൊക്കെ പേരിടുന്നത് 3 Kings എന്നാണ്. അതായത് ഉണ്ട്, കാണിച്ചു തരാം. വണ്ടി ഇവിടെ ഒതുക്കിക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് എണീറ്റ് നമുക്ക് നടന്നു പോകാം. ഈ തണലത്തെ എവിടെയെങ്കിലും കയറ്റി കിട്ടും. എല്ലാ പള്ളിയിലും നടക്കുന്നുണ്ട്. എന്തുവാടി? കത്തോലിക്ക പള്ളികളിൽ ധ്യാനമുണ്ട് ഈസ്റ്ററിനോടനുബന്ധിച്ച്. നമ്മുടെ കുതിരക്കല്ല് പള്ളിയിൽ നടത്തുന്നുണ്ട്. അപ്പം ഇനി ഞങ്ങൾ പള്ളിമുറ്റത്ത് വന്നോട്ടോ. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പള്ളിക്കകത്തൊക്കെ പോകുമ്പം കാണിച്ചു തരാം. പള്ളിയുടെ മുൻവശവും പുറകുവശം തിരക്കില്ലെങ്കിൽ മാത്രം വീഡിയോ എടുക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ പള്ളിയിൽ കയറി നേർച്ചയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ നിന്ന് യാത്ര തുടരും. അപ്പം ഞങ്ങൾ പിറവംപള്ളി വന്നു. എൻ്റെ കൂടെ വന്ന എൻ്റെ 2 കൂട്ടുകാരിതാ കേട്ടോ. അവരെ ഞാൻ നിർത്തി ഒരു വീഡിയോ എടുത്തതാണേ. ഇത് പള്ളിയുടെ പരിസരങ്ങളൊക്കെയാണ്. ഞങ്ങൾ പള്ളിയിൽ കയറി എല്ലാ വഴിപാടുകളും നടത്തി. വിളക്കിൽ എണ്ണ ഒഴിച്ചു, തിരുമേടിച്ച് കത്തിച്ചു, കുർബാനയ്ക്ക് പൈസ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ വഴിപാടുകളൊക്കെ നടത്തി കേട്ടോ. പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചു, പുറത്തിറങ്ങി പ്രാർത്ഥിച്ചു, തിരിയൊക്കെ കത്തിച്ചു. അപ്പം എൻ്റെ യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും വേണ്ടി, എൻ്റെ യൂട്യൂബിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ വ്യക്തികളും ഇത് കാണുന്ന ഓരോരുത്തരെയും ദൈവം അളവില്ലാതെ അനുഗ്രഹിക്കാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ അവരെ അനുഗ്രഹിക്കണമേ, രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അത്ഭുതമായൊരു പള്ളിയാണ്, ഭയങ്കര ശക്തിയുള്ളൊരു പള്ളിയാണിത്. അപ്പോൾ ഇവിടെ വന്ന് കണ്ടു, കേട്ടു, വഴിപാടുകളൊക്കെ നടത്തി. ഞങ്ങൾ വെളുപ്പിനെ വീട്ടിൽ നിന്ന് പോകുന്നതാണേ. വിളിച്ചോണ്ട് വാ, കൊച്ചിനെ വിളിച്ചോണ്ട് വന്നാലേ നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇനി എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും കേട്ടോ. അപ്പം ഞാനിവിടെ ഇത് കട്ട് ചെയ്യാതെ തന്നെയൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. കണ്ടോ, പിറവം പള്ളിയുടെ പിറവം പാലം, അതാണ് പിറവം പാലം. ആ പാലക്കര കയറി എറണാകുളം പോകുന്ന വഴിയാണ്. അപ്പം ഇത് പിറവം പുഴ കണ്ടോ. മണി പോയതും പിന്നെ ഇവിടെ പുഴയത് പിറവം പുഴ എന്നാണ് പറയുന്നത്. മൂവാറ്റുപുഴ ആറെന്ന് പറയും. മൂവാറ്റുപുഴ ആറ് ഇവിടെ വരുമ്പോൾ പിറവം പുഴയായി. പിറവത്തെത്തുമ്പോൾ ഇനി ഇത് പിന്നെ നല്ല ആഴമുണ്ട് ഇവിടെ. പിന്നെ ഇല്ലേ, ഇവിടെ 3 മീനുകളുണ്ടായിരുന്നു. പൂവുള്ള മീനുകളാണെന്ന് പറയണേ. അതിവിടെ ഈ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും കുർബാന നടക്കുന്ന സമയത്ത് ഈ കയത്തിന് മുകൾവശത്ത് പൊങ്ങി വന്ന് നിന്ന് കുർബാന കാണുമെന്നാണ് പറയണേ. കുർബാന സമയത്ത് അതിലൊരു മീൻ ചത്തുപോയി. ആ ചത്തുപോയ മീന് ഇവിടെ തന്നെ പൊങ്ങിക്കിടന്നു. അപ്പോൾ ആ മീനിനെ എടുത്ത് ഇവിടെ കല്ലറയൊക്കെ പണിത് ഒരു മനുഷ്യന് നമ്മൾ ചെയ്യുന്ന പോലെ കല്ലറയൊക്കെ പണിത് കുർബാനയൊക്കെ ചൊല്ലി ഇവിടെ ആ മീനിനെ അടക്കം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് നടന്ന സംഭവമാണ്. ഇത് ഐതിഹ്യം പറയുന്നതല്ല. ഇനിയാണ് ഇതിൻ്റെ കഥകളൊക്കെ. ഒത്തിരി പിന്നെ അത്ഭുതങ്ങൾ നടന്നതും പ്രാർത്ഥനയിൽ കൂടി നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയതും അത്ഭുതം നടന്നതും എല്ലാം ഓരോരുത്തർക്കും ഓരോരോ കഥകളും പറയാനുണ്ട്. ഞാനിവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജന്മനാട് ഇവിടെ ആയതുകൊണ്ട് എനിക്കിവിടം വിട്ടൊരു കളിയില്ല. എന്ത് പ്രാർത്ഥിച്ചാലും ഈ പള്ളിയെ പ്രാർത്ഥിക്കും. ഈ പള്ളിയിലിരിക്കുന്ന പൂജരാജാക്കന്മാർ 3 രാജാക്കന്മാർ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങോട്ട് വിളിച്ചപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാറില്ലാത്ത ഒരു പള്ളിയാണ് കേട്ടോ. വിശ്വാസമായി. കാരണം അമ്മയുണ്ടല്ലോ, കന്യാസ്ത്രീ അമ്മയാണ് ഇവിടുത്തെ ഒന്നാമത്തെ. ആ അമ്മയാണ് ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് അമ്മയെന്നും തലയിൽ ആസ്വദിച്ചതാണ്. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥന ഉണ്ടായിരുന്നു. ചേച്ചി ആദ്യമായിട്ട് വന്നതല്ലേ ഇവിടെ? ആദ്യമായിട്ട് വരുന്നത്. കേട്ടിട്ടുണ്ടായിരുന്നു ഈ പള്ളിയെ പറ്റി? വരാൻ സാധിച്ചിട്ടില്ല. സാധിച്ചു ഇല്ലേ? ഇതൊരു വലിയ അനുഗ്രഹമല്ലേ? ഭയങ്കര ബഹളമെല്ലാം കുളിരുന്നു. ഇനിയിപ്പം അടുത്ത ആഴ്ചയിലാകുമ്പോഴത്തേനും ദുഃഖവെള്ളിയാഴ്ചയുടെ ആ ഒരു ആഴ്ചയിലാകുമ്പോഴത്തേനും ഇവിടെ ഭയങ്കര തിരക്കാണ്. ദുഃഖവെള്ളിയാഴ്ചയൊക്കെ കഞ്ഞിയുണ്ട്. പ്രാർത്ഥനയും കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇവിടെ ഉപ്പുമാങ്ങ കറി, അതായത് കടുകുമാങ്ങ എന്ന് പറയുന്നത്. കടുകുമാങ്ങയും ഒരു പുഴുക്കൻ നെല്ലിൻ്റെ പുഴുങ്ങുന്ന അരിയുണ്ടല്ലോ, ആ അരി കൊണ്ടുള്ള കഞ്ഞി, എന്നിട്ട് വൻപയർ തോരൻ, കടുകുമാങ്ങ അച്ചാർ, പപ്പടം, ഇതെല്ലാം കൂടെ കഞ്ഞിക്കകത്തിട്ട് ചട്ടിക്കകത്ത് ഇവിടുന്ന് കഞ്ഞി തരും. ആ കഞ്ഞി കുടിക്കാതെ ഈ പള്ളി പരിസരത്ത് വരുന്നവരാരും ആ കഞ്ഞി കുടിക്കാതെ ഇവിടുന്ന് പോകാറില്ല.
ഞാൻ 1-2 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് അങ്ങനെ വന്നേ. അത് നേരത്തെ അത് ഇത് യാക്കോറ്റ് പള്ളിയാണ്. അപ്പോൾ ഇതാണ് ഈ പള്ളി. ഇന്ന് തിരക്കൊന്നും ഇല്ലാതെ അധികം ആളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും പ്രാർത്ഥിക്കാൻ പറ്റി. മെഴുകുതിരി കത്തിച്ചു, വിളക്കിൽ എണ്ണ ഒഴിച്ചു, കുർബാനയ്ക്ക് പൈസ കൊടുത്തു, എല്ലാ വഴിപാടുകളും നടത്തി കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ. അതൊക്കെ ചെയ്തു. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാൽ, ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾ വല്ലാർപാടം പള്ളിയിലേക്കാണ് പോകുന്നത്. എറണാകുളത്ത് വല്ലാർപാടം പള്ളിയിലേക്ക് പോകും. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വഴിപാടുകളൊക്കെ ഞങ്ങൾ ആ സമയത്ത് വീഡിയോ എടുക്കുന്നതായിരിക്കും, ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഞങ്ങൾ പള്ളിയിലെ വഴിപാടുകളും നേർച്ചകളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ പള്ളിക്കൊന്ന് വലത്ത് വെച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണേ. അപ്പോൾ ഇതാണ് ഞങ്ങൾ വന്ന 1ാമത്തെ പള്ളി. ഇനി അടുത്തത് ഞങ്ങൾ വല്ലാർപാടം പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ഇതിലേ ഇറങ്ങി കണ്ടോ, നമ്മുടെ ഡ്രൈവർ കൊച്ച്, എൻ്റെ കൂട്ടുകാരിയുടെ മോനാണേ ആ കൊച്ച്. അപ്പോൾ ഇനി ഇതിലേ പോയി പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ഇവിടങ്ങളിലുള്ള ഒരു ചെറിയ കാഴ്ചകളൊക്കെ കാണിച്ച് നമുക്കങ്ങ് പോകാം. ഈ പള്ളി പരിസരത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ നമ്മുടെ പ്രേക്ഷകരെ. അപ്പം ഈ വീഡിയോ കണ്ടാലും അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു വരുമെന്നാണ് എല്ലാവരുടെയും ഒരു വിശ്വാസവും സംസാരവും എല്ലാം കേട്ടോ. അപ്പം അത്രയ്ക്ക് നല്ലൊരു, പിന്നെ നമുക്ക് എന്ത് വിളിച്ചപേക്ഷിച്ചാലും അത് നടത്തി തരുന്ന ഒരു ശക്തിയാണ് ഇവിടെ ഉള്ളത്, ഈ പള്ളിയിലുള്ളത്. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നതാണ്. വിളിച്ചാൽ വിളിപ്പുറത്ത് എന്ന് കേട്ടിട്ടില്ലേ, അതാണ് ഇവിടുത്തെ അത്ഭുതം. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം നമ്മുടെ യൂട്യൂബിലേക്ക് ഒരു ട്രാവൽ വ്ളോഗായി ഇടുന്നുണ്ട്. എല്ലാവരും കാണണം, സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കണ്ട് പ്രാർത്ഥിച്ചാലും വിളിച്ചപേക്ഷിച്ചാലും വീഡിയോ കണ്ടാലും അതെല്ലാം ഒരു അനുഗ്രഹമായിട്ട് മാറും കേട്ടോ എല്ലാവർക്കും. ഇത് കുഞ്ഞമ്പളാവേല ചക്ക ഉണ്ടായി കിടക്കണം കേട്ടോ. ഇത് അതിൻ്റെ ഇല മറിഞ്ഞ് ഒരു 10-20 ചക്ക കിടപ്പുണ്ട്. എല്ലാം ഒന്നും കാണത്തില്ലെന്നുണ്ട്. ഇത് ഇലയ്ക്ക് ഉള്ളിലാണ് കിടക്കണേ. അത് ഈ കുള്ളൻപ്ലാവില്ലേ, കുള്ളൻപ്ലാവ്, അതിൻ്റെ ചക്ക ഉണ്ടായി കിടക്കുന്നത്. ഇതും കാണാനൊരു രസമല്ലേ ഇങ്ങനെയൊക്കെ. ഇതിലേ ഇറങ്ങിയ പുഴയിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണിത്. പക്ഷേ ഇവിടെയെല്ലാം അടച്ച് പൂട്ടിയിട്ട് ആരും അതിലേക്കും വിടില്ല. അതൊക്കെ അപകട മേഖലയാണ്. അതുകൊണ്ട് തന്നെ പള്ളിയുടെ കൊടിമരം കാണിച്ചു തരാം കേട്ടോ. ഈ പള്ളിയിലെ ആളാണ് ദേഹിക്കുന്നത്. പൂജരാജാക്കന്മാരെന്ന് പറയും, 3 രാജാക്കന്മാരെന്ന് പറയും, പിന്നെ 3 കിങ്സ് അങ്ങനെയും പറയും. അതാണ് ഈ ശക്തി. ഇത് അത്ഭുത ശക്തികളാണിത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഈ പള്ളിയിലെ പ്രതിഷ്ഠയെന്നല്ല, എന്താ പറയുന്നത് അതിന്, ഇപ്പം മാതാവിൻ്റെ പള്ളി അല്ലെങ്കിൽ ഗീവർസ് പുണ്യാളൻ്റെ പള്ളി എന്നൊക്കെ പറയും പോലെ രാജാക്കളുടെ പള്ളി അങ്ങനെ പറയുന്ന ആ രാജാക്കന്മാരാണ് ഈ ഇരിക്കുന്നവർ കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങട്ടെ കേട്ടോ. രാജാക്കളോട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇറങ്ങണേ. പോകുന്ന വഴിക്ക് ആപത്തുകോടും മരുത്തല്ലേ കാത്തുരക്ഷിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. ഇതാണ് കൊടിമരം. ഇതുണ്ടോ, ഇനി പോയി ചെരുപ്പ് ഊരിയിട്ടെടുത്തൊന്ന് ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ. പോയി അപ്പം ഞങ്ങളിനി ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങുവാണ്. ഇതാണ് ഫ്രണ്ടിൽ, പഴയ കാലത്തുള്ള ഫ്രണ്ട് ഇതായിരുന്നു കേട്ടോ. അന്ന് ഈ നട കയറിയാണ് പള്ളിയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഫ്രണ്ട് വശം അപ്പുറയാക്കി, അവിടെയാണ് പുഴയിലേക്ക് നോക്കി ഇരിക്കുന്ന രീതിയിൽ. ഇത് പള്ളിയുടെ പുറകുവശം.
അപ്പോൾ ഇതാണ് പള്ളിയുടെ മുഴുവനൊരു സെറ്റപ്പ് അപ്പോൾ ഉണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഞങ്ങൾ പോവാം കേട്ടോ. ഇറങ്ങി ഞങ്ങൾ വല്ലാർപാടത്തിന് പോകുന്നു. അതിനിടയ്ക്ക് വേറെ 1-2 സ്ഥലത്ത് കയറണമെന്നുണ്ട്. കയറുവാണെങ്കിൽ ഞാൻ അപ്പോൾ അതിൻ്റെയും വീഡിയോ ഒക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോ 2-3 ഭാഗങ്ങളൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇവിടെയും കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത്, മരങ്ങളും മാവുകളും ഇതുണ്ട്. നിറച്ച് മാങ്ങ, ഇലയില്ലാതെ മാങ്ങ എടുക്കുന്ന ഒരു മാവ് നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ ക്യാമറയെ കാണത്തില്ല, പക്ഷേ ഇല കുറവും മാങ്ങ കൂടുതലുമാണ് അതിനകത്ത്. ഇനി ഇവിടെ ഒരു ബാത്റൂമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷായിട്ട് വന്നിട്ട് നമ്മൾ വണ്ടിയിൽ കയറി പോകാൻ തുടങ്ങുന്നു. അങ്ങനെ വരുന്നതെങ്ങാണ്ടാന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ഇങ്ങോട്ട് അപ്പം നമ്മളിതിലെ എറണാകുളത്തേക്കാണ് പോകുന്നത്. പക്ഷേ നമ്മളൊരു അമ്പലത്തിലും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. മടക്കിൽക്കാവിൽ എന്ന് പറയുന്ന ഒരു ദേവീക്ഷേത്രം ഉണ്ട്. അപ്പം ജസ്റ്റ് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ദൂരം ഉള്ളൂ. അങ്ങോട്ടും കൂടെ ഒന്ന് പോയി അവിടെ ഒന്ന് കയറി പോയിട്ട് ആ വഴി നേരെ എറണാകുളം, തിരുവാനിയൂർ, തിരുവാങ്കുളം, തൃപ്പൂണിത്തറ, എറണാകുളം അങ്ങനെ അങ്ങോട്ട് പോകുവാണ് ഞങ്ങൾ പോകുന്ന റൂട്ട് അതാണ്. പടവെട്ടിപ്പാലം, നല്ല വാഴത്തോപ്പുകളുണ്ട്, നല്ല നെൽപ്പാടങ്ങളുണ്ട്. നെൽപ്പാടം പഴയതുപോലെയൊന്നും നാടൻ പ്രദേശത്തില്ല കേട്ടോ. പണ്ടൊക്കെ ഇവിടെയൊക്കെ നെൽപ്പാടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പാടങ്ങളെല്ലാം നികത്തി ആൾക്കാർ വലിയ വലിയ മണിസൗധങ്ങളൊക്കെ വെച്ചു. കെട്ടിടങ്ങളും വീടുകളും ആയതോടുകൂടി പാടങ്ങളൊന്നും കാണാനില്ലാണ്ടായി. എന്നാലും പോകുന്ന വഴിക്ക് കുറച്ച് പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാടം എന്ന് പറയുന്നത് എനിക്കൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. കാരണം ഞാറ് നട്ടും കണ്ടത്തിൽ കാട് പറിച്ച് നെല്ല് കൊയ്തും മെതിച്ചും അങ്ങനെ ജീവിച്ച് ഞങ്ങൾക്ക് അതൊക്കെ ഒരു ഭയങ്കര അനുഭവം ആണ്. കണ്ടോ, ഇപ്പോൾ പാടമൊക്കെ വെറുതെ കിടക്കുവാണ്. ആരും ഇപ്പം നെൽകൃഷി ചെയ്യുന്നവരില്ല, ആർക്കും സമയമില്ല. എല്ലാവരും വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ വിദേശത്തേക്ക് കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് പണിയെടുത്ത കാരണന്മാരൊക്കെ വയസ്സും പ്രായം ചെന്ന് പകുതി എണ്ണം ഇല്ലാതായി, പകുതി എണ്ണത്തിന് വയ്യാതായി. അതുകൊണ്ട് പറമ്പിൽ പണിയെടുക്കുന്ന ആരും തന്നെ ഇപ്പം നിലവിലില്ല. പുതിയ തലമുറയെല്ലാം നല്ല വിദ്യാഭ്യാസമുള്ളവരും നല്ല നല്ല ഉദ്യോഗം തേടി പോകുന്നവരുമാണ്. അതുകൊണ്ട് അവരാരും പറമ്പിൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു പുഴ കിടന്ന് അക്കരയ്ക്കാണ് കേട്ടോ. പുഴയിലൊരു വലിയ പാലമുണ്ട്. നമ്മളാദ്യം പിറവംപള്ളിയിലെ പുഴ കാണിച്ചില്ല, അതിൻ്റെ മുകൾ ഭാഗത്താണ് ഒരു പാലമുണ്ട് അക്കരയ്ക്ക്. ആ പാലം കടന്നു ചെന്നാൽ ഉടനെ തന്നെ ഒരു അമ്പലം. ഒരു കുറച്ച് ദൂരം അങ്ങ് പോയാൽ മതി. കള്ളുഷാപ്പും നല്ല നാടൻ കപ്പയും മീനും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കള്ളുഷാപ്പെന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ ഒന്നും തോന്നൂല. കാരണം സർവ്വ പെണ്ണുങ്ങളും ആണുങ്ങളും വീഡിയോ പിടിക്കാനാണ് പോകുന്നത് കള്ളുഷാപ്പിലേക്കാണ്. അവിടെ ചെന്ന് വെച്ചാൽ നല്ല മീൻകറി, നല്ല എരിവും പുളിയുള്ള മീൻകറി, തലക്കറി, പോട്ടി, കപ്പ, കള്ളപ്പം, അങ്ങനെ ഇടിയപ്പം തൊട്ട് സർവ്വ സാധനങ്ങളും കള്ളുഷാപ്പിൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയ കാലത്ത് കള്ളുഷാപ്പ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് പെണ്ണുങ്ങളെ സംബന്ധിച്ചൊരു എന്തോ ഒരു പേടിയാണ്. നമുക്കത് പാടില്ലാത്തൊരു സംഭവം നടന്നു. പക്ഷേ ഇപ്പോൾ പിള്ളേരെല്ലാം നേരെ യൂട്യൂബിലേക്ക് കണ്ടൻറ്റിന് വേണ്ടി പോകുന്നതുണ്ടല്ലോ ഷാപ്പിലേക്കാണ്. കള്ളു കുടിച്ചില്ലെങ്കിലും കപ്പയൊക്കെ തിന്നാമല്ലോ. കപ്പയും മീനും കള്ളപ്പോ ഇറച്ചി എല്ലാ ഐറ്റം ഇറച്ചികൾ കിട്ടും. ഞണ്ടുകൾ, ചെമ്മീൻ വറുത്ത്, ചെമ്മീൻ റോസ്റ്റ്, അങ്ങനെ പറഞ്ഞ് എല്ലാ ഫുഡ് ഐറ്റംസും കിട്ടുന്ന സ്ഥലം ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ കള്ളുഷാപ്പാണ് ശരിക്കും പറഞ്ഞാൽ. നാടനും എന്തോ അവിടെ ഇടത്തോട്ട് പോകണം. അതിന് ഇടത്തോട്ട് ചെന്ന ഒരു പാലമാണ്. പാലം കിടന്ന് അക്കരെ കയറിയാൽ രാമമംഗലം, കോലഞ്ചേരി, ഓണക്കൂറം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കക്കാട് ജംഗ്ഷനാണ്. പെരുവമ്മൂഴി ഇടത്തോട്ട് പോകണം. അങ്ങനെ പതുക്കെ പോകാനൊക്കെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താ വരും രാവിലെ നല്ല അന്തരീക്ഷമൊക്കെ കേട്ടോ.
മഴക്കാറും ഒന്നുമില്ല, നല്ല വെയിലും ഉണ്ട്, തെളിഞ്ഞ ആകാശമൊക്കെ. ഉച്ച കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് അറിയത്തില്ല. ഇടിയും മഴയാണോ? രാമംഗലം പാലം, രാമംഗലം പാലമല്ല, രാമംഗലം പാലത്തിനും പിറവം പാലത്തിനും കൂടെ ഇടയിലുള്ള ഒരു പാലമാണിത്. പിറവം പുഴയുടെ മുകളിൽ കൂടെ ഇത്. വലത്തോട്ട് തിരിയണേ. ഇത് കഴിഞ്ഞു കണ്ടോടി മടക്കിൽ മടക്കിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. എന്നാടി വേണ്ട വരണ്ട അവിടെ ഇരുന്ന്. ഉണ്ണിക്കുട്ടന് ഇറങ്ങാൻ പാടില്ലേ? ആ അതെയോ? എന്നിട്ട് കുളിച്ചില്ല അല്ലേ? കണ്ടോ പുഴ? കണ്ടോ പുഴ? ഈ പുഴയറമ്പിലാണ് ഈ ക്ഷേത്രം. ഇതാണ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ മതിലാണ് കാണുന്നത്. പുഴയറമ്പിലെ ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു നട അടച്ചില്ലേ പോലും. നട അടച്ചില്ലെങ്കിൽ സന്തോഷം. നട അടച്ചെങ്കിൽ അവർ ഗേറ്റ് അടച്ചതിനടി. നട അടച്ചിട്ടില്ലായിരിക്കും ആയിരിക്കും. ഇതാണ് മടക്കിൽക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം. അപ്പോൾ ഇവിടെ അടുപ്പിച്ച് മൂന്നാമത്തെ വരവാണ് ഞാൻ. അപ്പം ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നു കേട്ടോ. മടക്കിൽ പുതിയകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം. അപ്പോൾ ജസ്റ്റ് ഇനി ഞങ്ങളൊന്ന് കയറി തൊഴുത് ഒന്ന് വലം വെച്ച് തൊഴുതു വന്ന് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുവേ. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങി പോവുക കേട്ടോ. ഇത്ര സമയം അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തു. ഇവിടുന്ന് വീണ്ടും ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് പോവുകയാണ്, വല്ലാർപാടം പള്ളിയിലേക്ക്. പിന്നെ പിറവംപുഴ ഇത് ആ പാലം കടന്നാണ് ഞങ്ങൾ ഇക്കരയ്ക്ക് വന്നത് കേട്ടോ. ഈ പുഴയ്ക്ക് തന്നെ പല സ്ഥലത്തും പാലങ്ങളുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനായിട്ട്. രാമംഗലത്തുണ്ട്, പിന്നെ ഇവിടെയുണ്ട്, പിറവത്തുണ്ട്, പിന്നെ അങ്ങ് പെരുവേലുണ്ട്. അങ്ങനെ ഇത് ഒരു കായലിൽ ചെന്ന് ഈ പുഴ ചേരുന്നോടം വരെ ഇഷ്ടം പോലെ പാലങ്ങളിൽ പുഴയ്ക്ക് കുറുകയുണ്ട്. ഇനി ഇവിടുന്ന് കയറിയിട്ട് നമുക്ക് വലത്തോട്ട് തിരിഞ്ഞു പോകാം കേട്ടോ. അതല്ല ഇതെവിടെ ഇത് വലത്തോട്ട്